2024 ജൂലൈ 11 വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് കേരളത്തിന്റെ സ്വപ്ന തുറമുഖത്തേക്ക് സാൻ ഫെർണാണ്ടോ എന്ന ആദ്യ വാണിജ്യ കപ്പൽ എത്തുന്നത്. അതിന് പിന്നാലെ 2024 ഡിസംബർ 3 രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് എത്തിയാണ് ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നത്. പിന്നീട് 1.5 വർഷത്തിനിടെ ഏതാണ്ട് 20 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറി എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള നേട്ടം. അതിന് പിന്നാലെയാണ് 1000ാമത്തെ കപ്പൽ MSC ലൂസിയാന ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബർത്തിലേക്ക് അടുക്കുന്നത്. ഇപ്പോൾ ഒരു ചരിത്ര നിമിഷമാണ്. വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് 1000ാമത്തെ കപ്പൽ MSC ലൂസിയാനക്കടുത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്ത് വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് തുറമുഖത്തിന്റെ ബർത്തിലേക്ക് അതിനെ സ്വീകരിച്ചുകൊണ്ട് ആനയിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ചരിത്ര നിമിഷമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോകത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ കിടപിടിക്കുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ഇങ്ങേയറ്റത്തുള്ള വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുന്നുവെന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും വാണിജ്യ പ്രതീക്ഷകൾക്ക് അത് നൽകുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അത് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. ഒരു ചരിത്ര നേട്ടമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം സിംഗപ്പൂരിലും അതോടൊപ്പം ചൈനയിലും ദുബായിലും ശ്രീലങ്കയിലുമൊക്കെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന അപൂർവ നേട്ടങ്ങളുടെ പട്ടികയിലേക്കാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവും എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 1.5 വർഷം മാത്രമാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ബാക്കിയാകുന്നത്. ആ 1.5 വർഷത്തിനിടയിലാണ് ഈ 20 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറുകയും ചെയ്യുന്നത്. അവിടേക്കാണ് ഇപ്പോൾ 1000ാമത്തെ കപ്പൽ മുണ്ട്ര പോർട്ടിൽ നിന്ന് വിഴിഞ്ഞം തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 കിലോമീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിന് അരികിലൂടെ ഇപ്പോൾ ആ കപ്പൽ ബർത്തിന് സമീപത്തേക്ക് എത്തും. അതിനെ ഔദ്യോഗികമായി തുറമുഖത്ത് വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കപ്പൽ ബർത്തിലേക്ക് അടുക്കും. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാഴ്ച. തിരുവനന്തപുരത്തിന്റെ സ്വപ്നം, കേരളത്തിന്റെ സ്വപ്നം, കേരളത്തിന്റെ വികസന കുതിപ്പിന് നിർണായകമായ ആക്കം കൂട്ടിയ ഒരു വളർച്ച തന്നെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിലൂടെ ഉണ്ടായത്. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്തി തുടങ്ങിയ 1.5 വർഷം പിന്നിടുമ്പോൾ ജലമാർഗമുള്ള കണ്ടെയ്നർ നീക്കമാണ്, ചരക്ക് നീക്കമാണ് കൂടുതലായി നടന്നതെങ്കിൽ പുതിയ ബജറ്റിൽ നമുക്കറിയാം വിഴിഞ്ഞത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖങ്ങളിലൊന്നായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കരമാർഗമുള്ള റെയിൽ മാർഗം, കരമാർഗമൊക്കെയുള്ള കണ്ടെയ്നർ നീക്കത്തിന് വേണ്ട പ്രാഥമികമായ പ്രവർത്തനങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രഖ്യാപനങ്ങളൊക്കെ ബജറ്റിൽ ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും ചരിത്ര നിമിഷത്തിന് കേരളം സാക്ഷ്യം വഹിക്കുന്നു, വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി വാണിജ്യാടിസ്ഥാനത്തിൽ ഈ വിഴിഞ്ഞം മാറുന്നു എന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ്. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ 1000 കപ്പലുകൾ ഈ തീരത്തേക്ക് അടുത്തു. ഇവിടെ ചരക്കിറക്കി, ഇവിടെ നിന്ന് ചരക്കുമായി മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് അനുബന്ധ തുറമുഖങ്ങളിലേക്കും ചെറു തുറമുഖങ്ങളിലേക്കും മാറി എന്നത് ഇപ്പോൾ നടക്കുന്നത്. ഈ കപ്പൽ ബർത്തിലേക്ക് അടുക്കാൻ കഴിയുന്ന തരത്തിൽ ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ 3 ടഗ് ബോട്ടുകൾ 3 വശങ്ങളിലായി നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ കപ്പൽ ബർത്തിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ആ കപ്പലിൽ നിന്ന് ചരക്ക് ഇറക്കുക. അതുമായി ബന്ധപ്പെട്ട 1000ാമത്തെ കപ്പലാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് അതിനെ സ്വീകരിക്കുന്നത്. ഇരുമ്പ് വടം കപ്പലിൽ നിന്ന് ടഗ് ബോട്ടുകളിലേക്ക് ഘടിപ്പിച്ച് പിന്നീട് ആ ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയായിരിക്കും ഈ കപ്പൽ ഇപ്പോൾ തീരത്തേക്ക് അടുപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ബർത്തിലേക്ക് ഈ കപ്പലെടുക്കും. ഇപ്പോൾ MSC എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗം തിരിഞ്ഞ് കപ്പൽ ഇപ്പോൾ ബർത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ 3 കിലോമീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിനുള്ളിൽ പ്രവേശിപ്പിച്ചാണ് ടഗ് ബോട്ടിൽ നിന്ന് ഈ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.